ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാ, ഗ്ലാസ് ബോട്ടിലേക്ക്. ഇവിടുന്ന് എത്രയുണ്ട്? ഇവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ ബോട്ടിങ്. ഓക്കെ, ഒരു ഐലൻഡിലേക്ക് പോകണമെങ്കിൽ മാത്രമല്ല നമുക്ക് ഈ ഒരു യാത്രയിൽ കടലിനടിയിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ട്രെയിൻ കോറലുകൾ, അതേപോലെ തന്നെ എന്താ പറയുക, ആമയുടെ കോളനി, 100 വർഷം പഴക്കമുള്ള ആമകൾ, അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ പോകുന്നത്. ആരും സ്കിപ്പ് ചെയ്യാതെ വെയിറ്റ് ചെയ്ത് കാണാം. ഓക്കെ, ലേക്ക് ഇപ്പോൾ അടിച്ച ലേക്ക് അടിക്ക്. മുഖത്ത് ഫുള്ള് സൺസ്ക്രീമാണ് ഗൈസ്, അല്ലാതെ മേക്കപ്പ് ഒന്നുമല്ല. ഇവിടെ ഫുള്ള് വെയിലാണ്, നമ്മൾ പൊരിഞ്ഞ് ടാനൊക്കെ അടിച്ച് ഭയങ്കര സീനാവും. അതുകൊണ്ട് ഞാൻ സൺസ്ക്രീം എടുത്ത് തൂത്തതാണ്, ചേച്ചി തന്നതാണ്. ഗൈസ്, ഇവിടെ വന്നിട്ട് നമ്മൾ ജിമ്മിൽ പോയില്ല. ഇവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട്, കുറച്ച് ഡമ്പലും എല്ലായിട്ടൊക്കെ ഉള്ള ഒരു ജിമ്മുണ്ട്. അവിടെ പോയി എന്തെങ്കിലും പരിപാടി കാണിക്കണം. അതെ അതെ, വൈകിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കാണിക്കാം. ഉണ്ടല്ലേ? നല്ലതാ, ഞാൻ ഇടാൻ വിട്ടു. അതാ പൊരിഞ്ഞു പോയാലേ. ശരിയാ, വേണോ? ബാഗിലിരിപ്പുണ്ട്. ഗൈസ്, എണ്ണയുടെ വിഷയമാണ് ഗൈസ് വലിയ വിഷയമായിട്ടുള്ളത്. കാരണം ഇവിടെ പെട്രോളിന് ചില ടൈമിൽ 240 രൂപ കൊടുക്കണം, നമ്മുടെ പമ്പില്ല. അപ്പൊ അതുകൊണ്ട് വില ബ്ലാക്കിന് കൊണ്ടുവരുന്നത് നമ്മൾ മേടിക്കണം 240. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഉള്ളതിന് ഇപ്പൊ കവരത്തിയിലേക്കാണ് പമ്പുള്ളത്. കവരത്തിയാണല്ലോ ഇതിന്റെ ഹാൻഡ്. അവിടെ ലോക്ക്ഡൌൺ ടൈമിലൊക്കെ ആയിരുന്നു പെട്രോളിനാ വീട്ടിൽ വാങ്ങിച്ചു വെച്ചവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇരട്ടി വിലയ്ക്കും മറ്റേ മദ്യവും പെട്രോളും അൻസ് കൂള് തുടങ്ങിയ അവസ്ഥകൾ വീട്ടിൽ വെച്ച് പിന്നെ വിൽക്കുന്നവരുണ്ടല്ലോ. അതെ അതെ, അവർ ഒരുപാടുണ്ടാക്കി. അതുപോലെ ഇവിടെ അവര് ഉണ്ടാക്കാൻ നോക്കുമല്ലോ, പക്ഷെ ഇവിടെ അത്രയും റേറ്റ് കൊടുത്താലേ കാര്യമുള്ളൂ. സാധനമില്ല, പെട്രോൾ ഇവിടെ ക്ഷാമമാണ്. അതൊരു വിഷയമാണ് ഗൈസ്. ഗൈസ്, പിന്നെ ഇവിടെ പ്രത്യേകത, ഇവിടെ അങ്ങനെ അധികം മൃഗങ്ങൾ ഇല്ല. അതുകൊണ്ട് ആ കാണുന്ന ആട്, കാക്കയില്ല, വേറെ പട്ടികളില്ല, വേറെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മരങ്ങളെന്നൊക്കെ പറയുമ്പോൾ പാമ്പില്ല, അതാണ് ആൾക്കാർ പേടിപ്പെടുത്തുന്നത്. അതെ അതെ, പാമ്പെന്ന് പറയുന്ന സാധനമില്ല. അങ്ങ് കടലിൽ ചെന്ന കടൽ പാമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു. പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങ്, പിന്നെ ഈ കാണുന്ന മരം. ഇതെന്തോ മരം? ഇതൊക്കെ കാട്ടുമരങ്ങളല്ല, ഇവിടെ ഉണ്ടാവുന്ന പ്രത്യേകിച്ച് ഇപ്പൊ പേരൊന്നും എനിക്കറിയില്ല ഗൈസ്. കാട്ടിലുണ്ട്. ഇവിടുത്തെ മണ്ണി പിടിക്കുന്ന ഒരു ടൈപ്പ് മരങ്ങളാണ്. നമ്മളങ്ങനെ ഗ്ലാസ് ബോട്ടിന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. വരുന്നില്ലേ വിശ്വാസം? അപ്പോൾ നമ്മൾ ഗ്ലാസ് ബോട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂബ ഡൈവിങ് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ച് റിസ്ക് ഉണ്ട് അതിന് ചെയ്യാനായിട്ട്, ബ്രീത്തും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതല്ലാത്തവർക്ക് ഗ്ലാസ് ഉള്ള ആ ഒരു ബോട്ടിന് കടലിൻ്റെ അടിയത്തെ കാര്യങ്ങൾ കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അതാണ് അതുകൊണ്ടുള്ള ഗുണം. അപ്പോൾ പ്രായമായവരൊക്കെ വന്നു കഴിഞ്ഞാൽ കടലിൻ്റെ അടിയിൽ എന്താണ് ഉള്ളത് എന്നെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, എല്ലാവരും വെയിറ്റ് ചെയ്ത് കാണാം. നമ്മൾ കടലിനടിയിൽ അത്ഭുതങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഭാഗ്യം ഉണ്ടെങ്കിൽ ചില വെറൈറ്റി സാധനങ്ങളും കാണാൻ പറ്റും. മറ്റേ പാമ്പുണ്ടല്ലോ, ഒരു ടൈപ്പ് പാമ്പ്, ആ കടൽ പാമ്പ്. അതേപോലെ തന്നെ കുതിര, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കടൽ കുതിര, ആ സാധനത്തിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ഇപ്പോൾ ആ സ്കൂബ ചെയ്യുമ്പോൾ എന്തായാലും കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് നോക്കാം, വെറൈറ്റി സാധനങ്ങളൊക്കെ അതിലുണ്ടാവും. അതുകൊണ്ട് അവിടെ നിന്ന് ഒരെണ്ണം പോകുന്നു, അതുപോലെ നമ്മളും ഇപ്പോൾ പോകും. ഞങ്ങളങ്ങനെ ഗ്ലാസ് ബോട്ട് നോക്കി നിന്നപ്പോഴത്തേന് ഒരു ചേട്ടൻ തൊണ്ട നീരാളിയെ പിടിച്ചോണ്ട് നീരാളി. ജീവനുണ്ടല്ലേ? ഇത് കൈ വെച്ചൊക്കെ അടിക്കോ? ഒന്നും ചെയ്യില്ല. ജീവനുള്ള നീരാളി. ഷീവ് പിടിച്ചു നോക്കടാ. നീ പിടിക്കും. അതെന്താ? ഓനെ പിടിക്കാം. എന്റെ മോനെ, നീരാളി കേട്ടിട്ടുള്ളതാ, കണ്ടില്ലേ? നീ ആദ്യമായിട്ടാണ് കാണുന്നത് നീരാളി? ഇത് നിങ്ങൾ എന്ത് ചെയ്യും ഇതിനെ? നീരാളിനെ മീനെ പിടിക്കാൻ യൂസ് ചെയ്യുന്ന കറി വെച്ച് കഴിക്കോ? എന്റെ മോനെ സെറ്റ്. ഒരു ഫോട്ടോ എടുത്തടാ വേണമെങ്കിൽ പിടിച്ചാണ്ട്. ഷിയാസിന് കേരളത്തിൽ കൂട്ടാ. നമ്മളിപ്പോ പാട്ടക്കാരൻ എല്ലാരും കൂടി ഒരു ഊഞ്ഞാലാടാണ്. ചീഫ് ജോസഫ് മഴ കണ്ടിട്ടില്ല, കടലിന്റെ സെന്ററിൽ മഴ പെയ്യുന്ന കണ്ട. ഇവിടുത്തെ മഴ പ്രത്യേക രസ.
ഡയറക്റ്റ് വീഴുവാ. ഇവിടെ ചെറിയൊരു മഴയൊക്കെ ഇപ്പൊ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് നമ്മുടെ ഗ്ലാസ് ബോട്ടിലേക്കും നമ്മുടെ ബ്രോ ഇവിടെ ഹണ്ടിങ്ങിന് പോവാ. ഹണ്ടിങ് ലീഗലാണല്ലോ അല്ലേ? ഹണ്ടിങ് ലീഗലാണല്ലോ അല്ലേ? ഹണ്ടിങ് ലീഗലാണ്. ഇവിടുത്തെ ലീഗലാണ്. അതെ അതെ. അപ്പൊ ഞങ്ങള് ബോട്ടിങ്ങിന് സാധനങ്ങളുണ്ട്, അത് പിടിക്കരുത്, അത്രേ ഉള്ളൂ. ഞങ്ങള് ബോട്ടിങ് കോടികളുടെ സാധനമുള്ള സ്ഥലമാണ് ലക്ഷദ്വീപ് അല്ലേ ഷിയാസെ? കോടികളുടെ ആളെ കൂട്ടത്തിലാണ് നമ്മള് പോണത്. ബ്രോയാ പിന്നെ നമ്മളെ എത്ര പോയത് ഗ്ലാസ് ബോട്ട് നമ്മളെ കൊണ്ട് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചേട്ടനാ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? ജംഷാദ്. അപ്പൊ ബാക്കി ഇനി നമുക്ക് അവിടെ കാണാം. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബോട്ട് വന്നു. നമ്മൾ ആ ബോട്ടിന്, ആ ഗ്ലാസ് ബോട്ടിന് നമ്മൾ എന്ന് പറഞ്ഞ് ഈ സംഭവങ്ങളെല്ലാം കാണാൻ പോകുന്നത്. ദൈവം സഹായിച്ച് നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരും. ആ വരുന്നതാണ് നമ്മുടെ ബോട്ട്. ഉന്തിക്കേ ഇങ്ങോട്ട് കയറണോ? എടാ ഇവനെ ഒന്ന് വലിക്കണം അങ്ങോട്ട്. ബോട്ട് കയറണ മായാജാലങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ്. കൂടെ നമ്മുടെ സ്വന്തം, നിങ്ങളുടെ പേരെന്തേനി? ജംഷാദ്. ഓക്കെ ഓക്കെ. ഓ ഇരുന്ന് അപ്പൊ സെറ്റാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. മഴ ഉണ്ട്, കാലാവസ്ഥ റീലും വരുന്നതായിരിക്കും. അതെ അതെ. ആ അതെ 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 വെയിലുണ്ടാവുമ്പോ അല്ലേ ഗൈസ്? വെയിലുണ്ടാവുമ്പോഴാണ് കൂടുതൽ അടിയിലെ കാര്യങ്ങൾ കാണാൻ പറ്റുക. എന്തായാലും നമുക്ക് നോക്കാം. ആട്ടമൊക്കെ ഉണ്ട് ഗൈസ്. വർഷമൊക്കെ പഴക്കമുള്ള ആമകളാണ് ഈ കാണുന്നത്. ഒരുപാട് കാലം ജീവിക്കട്ടെ, അവർ നല്ല ദീർഘ ആയുസ്. അതിന് നല്ല പോകണമെങ്കിലുള്ളൂ. അത് അടിയിലെത്തുമ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഭയങ്കര വലുപ്പമുണ്ടല്ലോ. ഓക്കെ ഓക്കെ. അടിമണി നോക്കടി. മീൻ കിടക്കുന്നുണ്ടോ? ആണോ? കാണുമോ? മണ്ണില് പൂഞ്ഞി കിടപ്പത്. അതാ പോകുന്നു. ഇതൊന്നും കഴിക്കാൻ പറ്റില്ല, കറി വെക്കാൻ പറ്റില്ല. അക്വേറിയത്തിലൊക്കെ ഇടാം. പക്ഷെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോല് ചത്തു. ഇവിടുത്തെ ഉപ്പും, നല്ല ഉപ്പും, ഓരോന്നും അതിൻ്റെതായ രീതിയിലാണ് ദൈവത്തിന്റെ സൃഷ്ടി. അന്ന് എടുക്കാൻ പറ്റില്ല നമുക്ക്. മീൻ കണ്ടോടാ? നീ മീൻ കണ്ടോ? ഞാൻ മീനെ നോക്കി, പിന്നെ അമ്മ അപ്പം ഫൈനലി ഞങ്ങൾ അങ്ങനെ ഒരു ഐലൻഡിൽ എത്തിയിരിക്കുക അല്ലെ. ആൾ താമസം ഇല്ലാത്തൊരു ഐലൻഡാണ്. അതാ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾ താമസം ഇല്ലാത്തൊരു ദ്വീപിലേക്ക് വരുന്നത്. ഫസ്റ്റ് ലക്ഷദ്വീപ് വന്നു, താമസം ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ ഒരു ദ്വീപ് എന്ന് വെച്ചാൽ ഇവിടെ ആൾ താമസമില്ല. നമ്മള് അങ്ങനെ ഒരു ആളില്ലാത്തൊരു ദ്വീപിലെത്തി. ഇനി ഈ ദ്വീപിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ നമ്മൾ ബോട്ടിൽ വന്ന സമയത്ത്
ഈ ഒരു സീസണിലല്ല കറക്റ്റ്. അതെ അതെ അതെ, നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു സമയത്ത് വരാം. പിന്നെ ദ്വീപാണ്, പെട്ടെന്ന് ക്ലൈമറ്റ് എല്ലാം മാറാം. നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു മഴയും കൂടെ പെയ്തു, അതുകൊണ്ടാണ് കറക്റ്റ് ക്ലിയർ ആവായിരുന്നത്. അതെ 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 അതെ, ക്ലിയർ ആയിട്ട് നമുക്ക് കാണാമായിരുന്നു. കടൽ കുതിര, അതുപോലെ മറ്റ് ഒരുപാട് സാധനങ്ങൾ അത് സ്കൂബ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ. അതെ, മാക്സിമം സ്കൂബയ്ക്കകത്ത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അതെ അതെ അതെ, അത് ഉറപ്പായിട്ടും കാണാൻ പറ്റും. ഓ തീർച്ചയായിട്ടും കാണാൻ പറ്റും, നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ദ്വീപൊന്നായിട്ട് ആണി. ഓ ഇതെന്താ അറിയോ, ആ ഉരുല്ലേ ഞാൻ പറഞ്ഞ മഞ്ജു, അത് പൊളിഞ്ഞുണ്ട് അപ്പുറത്ത്. അതിന്റെ പീസാണ് ഈ കാണുന്നതൊക്കെ. പീസ് ബോട്ടിന്റെ. ഇതെന്തോ തടി? ആ ഇത്ര തടി ഉണ്ടാവില്ല, അടിച്ച് ആണി അടിച്ചുണ്ടാക്കുന്നല്ലേ. ഒന്ന് ചോദിക്കാം, പോകത്തില്ല. നല്ല വെയിറ്റ് ഉണ്ടാ, വേണ്ട വെറുതെ. സ്റ്റീവ് ഇന്ന് ജിമ്മിന് പോവാത്തോണ്ട്. ഓ മാൻ, ഓനതും പോന്നിച്ച് സീന്. സ്റ്റീവ് വാ. ഞങ്ങളപ്പം ഈ ബോട്ടിങ്ങിന്റെ കഴിഞ്ഞിട്ട് പുതിയൊരു ദ്വീപിൽ വന്നു. അതിവിടെ എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. തിരിച്ചിനി ഞങ്ങൾ നമ്മുടെ ദ്വീപിലേക്ക് പോവാം. നമ്മുടെ ദ്വീപിലെ അവിടെയാണ് കാണുന്നത്. കാണുന്നതാണ് നമ്മുടെ ദ്വീപ്. ഈ കാണുന്ന എയർപോർട്ട്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കിടക്കുന്നതാണ് ദ്വീപ്. അപ്പൊ എന്തെന്നായാലും നെക്സ്റ്റ് വീഡിയോ അതെ എല്ലാവരിലേക്ക് പാർട്ടുമായിട്ട് കാണാം. ബൈ ബൈ.